ഇനിയിപ്പോ ഇവിടെ എന്താണാവോ കൂത്ത്? ഓ വന്നോ? ഇന്ന് എവിടെയായിരുന്നടി പാട്ട് കൂത്തും? നീ കഴിക്കടോ. മാറടി. പോയി കിടന്നുറങ്ങാളെ. കളനെ കാലിനും വേണ്ടേ? ഗോപിയെ ഇതൊന്ന് ശരിയാക്കിയേ. ആ പെണ്ണ് ഇത് കടത്തി. പണ്ടാരടക്കെ മനസ്സമാധാനത്തോട് കണ്ടുപിടിക്കാൻ ഈ തള സമ്മതിക്കൂല. എന്താണേ എപ്പ ടി വി വെച്ചാൽ ഈ കുരുപ്പ് വന്ന് നിർത്തും. അശ്രീകരം. 24 മണിക്കൂറും തള്ള ടിവിയുടെ മുമ്പ് തന്നെ ഇതെല്ലാം കൂടി ഞാൻ ചവിട്ടി കൂട്ടും. പറഞ്ഞല്ലാതെ വേണ്ട. ഇവളെ ഇങ്ങനെ പാട്ടും കൂത്തുമായിട്ട് വിട്ടാ മതിയോ? കെട്ടിച്ചു വിടണ്ടേ ഗോപിയേട്ടാ? ആദ്യം നീ നശൂലത്തിന്റെ തെരഞ്ഞ ആരിങ്ങോട്ട് വരാനാ? ആ ലൈൻമാൻ ദിവാകനെ എത്ര തവണ ഇവിടെ അന്വേഷിച്ചു വന്നതാ. അപ്പോ ഇവൾക്ക് അവൻ സൗന്ദര്യം പോരാന്ന്. നിനക്ക് എത്ര വയസ്സായടി? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? നിന്റെ അമ്മയുടെ 16-ന്. കുമാര, എത്രയും പെട്ടെന്ന് ഇവൾക്ക് വേണ്ടി നീ ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം. ഇനിയിപ്പോ വല്ല ചട്ടനോ പൊട്ടനോ ആയാലും ഒരു കുഴപ്പമില്ല. പക്ഷെ അക്കാര്യത്തിൽ 10 പൈസ ഞാൻ ചെലവാക്കൂല. അത്ര ബുദ്ധിമുട്ടി ഇവിടെ ആരും എനിക്ക് ചെറുക്കനെ ഉണ്ടാക്കണ്ട. സ്വന്തം കൂടെ വയസ്സറിയില്ല, പിന്നെ ആ ചെക്കൻ. എന്താടി നിന്ന് പെറുപിറുക്കുന്നത്? തിങ്കളാഴ്ച ഇവിടെ കുറച്ചു പേര് വരും പെണ്ണേ. നീ കണ്ടവിടെ സർക്കിട്ട് അടിക്കാതെ ഇവിടെ തന്നെ ഉണ്ടാവണം. മാറ്റി കാട്ടത്. ഈ പെണ്ണ് ഗോപിയെ ഇവളെ പിന്നെയും കടത്തി. ഗോപി നീ പിന്നെയും കെട്ടിയാ? നിക്ക് നിക്ക് നിക്ക്. ഇസുവിന്റെ എത്രാമത്തെ കല്യാണാവോ? എന്നാ പിന്നെ പോയിട്ട് വരാം. ഓ ആയിക്കോട്ടെ. എന്താ മകന്റെ പേര്? സമേന്ദൻ. ഏ? സമേന്ദൻ. ആ നീ പോയിട്ട് ഒരു ചായ തിളപ്പിക്ക്. മോളെ സാവിത്രി, അവളുടെ തള്ളയെ നിങ്ങൾ കെട്ടിക്കൊണ്ടു വന്നപ്പോഴേ എനിക്കൊരു ശല്യമായിരുന്നു. ഇപ്പോഴാ വെളും. ഓ ഞാൻ വന്നത് സാവിത്രിക്ക് ഇഷ്ടായില്ലെന്നാ തോന്നണേ. അതൊന്നും നീ നോക്കണ്ട, അവളോട് പോവാൻ പറ. അതിന്റെ മോളല്ലേ, നശൂലത്തിന് ആരുടെങ്കിലും കൂടെ പറഞ്ഞേച്ചാ പിന്നെ ശല്യം ഉണ്ടാവില്ലല്ലോ. എന്താ അവളുടെ ഒരു ഭാവം.
എന്താണ് ഇനി കാണിച്ചത്? എന്റെ വീട്ടിൽ പറഞ്ഞ് ഒരു പട്ടിയും ചോദിക്കാൻ പറ്റില്ല. കാണിച്ചല്ലേ എനിക്ക് ഇങ്ങോട്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും. ഒരു പട്ടി ചോദിച്ചല്ലോ പറ്റാരി മിണ്ടല്ലേ എവിടേക്കും പോയി ചോദിയട്ടെ. എന്ത് പറയാനാണ് പഠിച്ചൊക്കെ കാഞ്ഞടിച്ചു ഓട്ടിക്കുന്നു. ആ സാവിത്രേ ഞങ്ങള് കൊണ്ടുവിടണ പോടാ പട്ടി. വിടറാ ഈള് കേസ്. നീ വാ. പുതിയ ആള് വീട്ടിൽ വന്നതിന്റെ ലക്ഷണം മുഖത്തുണ്ടല്ലോ. ചേച്ചി മോള് പോയി കിടന്നു. നീ വല്ലതും കഴിച്ചു മോളെ? സാവിത്രി മോളെ എനിക്കത് വീടല്ല, നരക. കള്ളൂടിയനായ താന്തേം അതിന് പറ്റിയൊരു തള്ളേം. ആ തള്ളേ മിക്കവാറും ഞാൻ ചവിട്ടി കൂട്ടും. അതാ ഞാൻ പറയണേ, നീ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി സ്വന്തം കാലിൽ നിൽക്ക്. ഇതിപ്പോ എത്ര നാളാച്ചാ വീട്ടിൽ നിന്ന് മാറി എന്റെ കൂടെ ഇങ്ങനെ നിൽക്കുക? അയ്യോ മോളെ, അത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല. നമ്മളൊക്കെ പെണ്ണുങ്ങളാ. നാളെ നീ കല്യാണം കഴിച്ച് ഒരുത്തന്റെ കൂടെ പോയാലും നിന്റെ ആവശ്യങ്ങൾക്കെങ്കിലും നിനക്കൊരു വരുമാനം വേണ്ടേ? ഡാൻസും കൂടി ഇല്ലെങ്കിൽ ഞാനും എൻ്റെ മോളും പട്ടിണിയാ. ശിവേട്ടൻ പോയ പിന്നെ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങള്. നമ്മുടെ കോയമ്പറ്റയിലെ ലേത കല്യാണം കഴിഞ്ഞ് മദ്രാശിയിലാ. ഇടയ്ക്കെന്നെ വിളിക്കും. അവളുടെ ഭർത്താവ് അവിടെ നല്ല നിലയിലാ. മൂപ്പര് വിചാരിച്ചാ നിനക്ക് അവിടെ ഒരു ജോലി ശരിയാക്കാൻ പറ്റും. നിനക്ക് അങ്ങോട്ട് പോകാൻ വിഷമമുണ്ടോ? ഇവിടെ ഒഴിച്ച് ലോകത്ത് എവിടെ വേണേലും ഞാൻ പോയിക്കോളാം. സമാധാനം ഉണ്ടാവുമല്ലോ. ആ മോളെ, ആ ഡയറിയിലേ ലതാ മദ്രാസ് പറഞ്ഞിട്ട് ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. നീ ഒന്ന് നോക്കിയെടുത്തിട്ട് വാ. ഹലോ, ലതയുടെ വീടല്ലേ? ആരാ? ഛേ, അച്ഛനോട് ഫോൺ എടുക്കരുന്ന് പറഞ്ഞിട്ടില്ലേ? പോയിരുന്ന് പഠിക്ക്. ഹലോ ലത? അതെ. ആ, ഇത് ഗായത്രിയാ, പാലക്കാട്. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. നീ ഡ്രൈവിംഗ് ഒക്കെ എപ്പോ പഠിച്ചു? ഇവിടെ ഇതൊക്കെ അത്യാവശ്യമല്ലേ? ഇവള് ഡ്രൈവിംഗ് പഠിച്ച കാരണം എനിക്ക് സുഖ.
ഷോപ്പിങ്ങിനൊക്കെ ഇവിടെ ഒറ്റയ്ക്ക് പൊക്കോളൂ അല്ലേടോ? ഇതെപ്പോഴാ ഊരണേ? ഇതിനിയും ഒരാഴ്ച എടുക്കും. ഡോ, ഇന്നല്ലേ ഡോക്ടറെ കണ്ട ദിവസം? ആ 4 മണിക്കാട്ടോ. സാവിത്രി ഏതുവരെ പഠിച്ചു? 10 വരെ പഠിച്ചു. പിന്നെ വീട്ടിൽ പഠിക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായില്ല. ഇവള് നന്നായി ഡാൻസ് ചെയ്യും. ആഹാ. നിങ്ങൾ ആ മുരുകനെ ஹலோ சாமி சார், வணக்கம். ஆமா, விஜய் பேசுறேன். வல்சரவாக்கத்துல இருந்து. சௌக்கியம் சௌக்கியம். நீங்க எப்படி இருக்க சார்? அது வந்து நீங்க எனக்காக ஒரு உதவி பண்ணணும். அல்ல அல்ல அல்ல, வைஃபோட ஒரு ஃப்ரெண்டு ஊர்ல இருந்து வந்திருக்காங்க சார். நீங்க நினைச்சா அவருக்கு ஏதாவது வேலை சரி பண்ண முடியுமா? SLC அவ்வளோதான். അത് ഒരു സെക്കൻഡ് സാർ. സാവിത്രിക്ക് ഡാൻസ് അറിയാന്നല്ലേ പറഞ്ഞേ? ഓക്കെയാണ് സാർ. 1 സെക്കൻഡ് സാർ. എടോ ഫോൺ തന്നെ. சொல்லுங்க சார். 9443932930 செல்வன். ஓகே. ஆமா சார். ரொம்ப தேங்க்ஸ். ഓക്കെ സാർ. സാവിത്രിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? യോ, സിനിമയോ? ആ, സിനിമ അത്ര മോശം ഏർപ്പാടൊന്നുമല്ല. കുറച്ച് കഴിവ് വേണം, പിന്നെ ഇത്തിരി ധൈര്യം. ഓ പിന്നെ എത്ര സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ ആളായി പറയണേ. നിങ്ങൾ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റണ വല്ല ജോലിയും വാങ്ങിക്കൊടുത്തു. നീ എന്തറിഞ്ഞിട്ടേ ഈ പറയണത്? ദേ, ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഞാനിപ്പോ വിളിച്ച ഈ സാമിയില്ലേ, അയാൾ സിനിമയിലെ വെറും കോസ്റ്റ്യൂമറാണ്. ഞാൻ ചെന്നൈയിൽ വന്ന സമയത്ത് ഇയാൾ ഒരു ടൈലറിംഗ് ഷോപ്പിൽ നിസ്സാര ശമ്പളത്തിന് വർക്ക് ചെയ്യുക. ഇപ്പൊ അയാളുടെ സ്ഥിതി എന്താണെന്നറിയോ നിനക്ക്? എന്റെ ഓഫീസിന്റെ അടുത്ത് സ്വന്തമായിട്ട് 2 കടമുറിയുണ്ട്. അവിടെ സാമാന്യ തരക്കേടില്ലാത്ത വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ്. അപ്പൊ പിന്നെ നടീനടന്മാരുടെ കാര്യം പറയാനില്ല. ആലോചിച്ചു പറയേ, മോളുടെ ജീവിതം. വാ വരൂ, ഇരിക്കേ. മോളെ. ആ സാമി ഒരു സെൽവന്റെ നമ്പർ തന്നിട്ടുണ്ട്. അവരോട് സ്ക്രീൻ ടെസ്റ്റ് ഇവിടെ നാഷണൽ ഹോട്ടലിൽ നടക്കുന്നുണ്ട്. നിങ്ങക്ക് സമ്മതാണ് ഞാനിപ്പോ വിളിക്കാം. സ്വിച്ച് ഓഫാ. സെൽവൻ അവിടെ തന്നെ കാണും. അയാളെ ഒന്ന് പോയി കണ്ടാ മതി. ടീച്ചറെ, ഇങ്ങനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ടീച്ചറെ വിളിക്കാൻ പോയാ സാവിത്രിക്ക് അതിന് തന്നെ നേരം കാണുള്ളൂ. ദേ, കുറച്ചുകൂടി ബോൾഡ് ആയിരിക്കണം. ഇത് മദിരാശിയാ. ഇവൾ ആദ്യമായിട്ടാ നാട്ടിൽ നിന്ന് മാറി നിക്കണേ. സ്ക്രീൻ ടെസ്റ്റ് ഏതായാലും 2 ദിവസം കൂടി കാണും. ഇയാളൊന്ന് ചെന്ന് കാണും. കിട്ടിയില്ല നമുക്ക് വേറെ പണി തപ്പാടോ. അല്ലല്ല, പ്രൊഡ്യൂസറിന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചല്ലേ. പുള്ളി ഒരു ചടങ്ങിനകത്തിരിക്കുക, കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. കുട്ടിക്ക് മലയാളത്തിലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. റോളൊക്കെ ശരിയാക്കുന്നേ. ദേ, ഇതിലേക്ക് നമ്പറും പേരും ഒന്ന് ഫീഡ് ചെയ്തേ, ഞാൻ വിളിക്കാം. കുട്ടിയുടെ ചേച്ചി ആയിരിക്കും. അല്ല, ടീച്ചറാ. ആഹാ, ടീച്ചർ അഭിനയിക്കാൻ വന്നാണോ? ആ, സന്ധ്യ, ഞാൻ വിളിക്കാം. സന്ധ്യക്ക് വിശദമായിട്ട്. അയ്യോ, இங்க சந்தி யாரு? நான் தான் சார். டேய் சசி, நீ இங்க இருக்கா? 3 டீ சொல்லி எவ்வளவு நேரம் ஆச்சுடா? சீக்கிரம் போய் வாங்கிட்டு வா. நீ வாமா. ഈ തെണ്ടീനെ ഞാൻ കൊല്ലും. സോറി. എന്താടോ തനിക്ക് കണ്ണു കണ്ടൂടെ? ചൂട് വെള്ളം മാറി. ഇത് നിന്റെ പെരുങ്ങോട്ട് ശരിയല്ല. അയാൾ സോറി പറഞ്ഞില്ലേ? പിന്നെ എന്താ അവിടെ ഇരിക്കും. എന്താടി ഞാൻ ചെയ്ത് തെറ്റ്? നിന്നെ ഇഷ്ടപ്പെട്ടോ? നിന്നെ സ്നേഹിച്ചതോ?
ഇത്ര പ്രേമം. നാണമില്ലേ സുരേഷ് നിങ്ങൾക്കിത് പറയാൻ? ഇതിപ്പോ തീരെ പ്രതീക്ഷിക്കാത്തതായല്ലോ കുട്ടി. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഒന്ന് ഞാൻ പറയാം, ഇതങ്ങനെ എല്ലാവർക്കും കിട്ടണ ഭാഗ്യമല്ല. അതന്നെ ഞാനും പറയണേ. ഇതൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടണ അവസര. എനിക്ക് വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ എപ്പ പോയെന്ന് ചോദിച്ചാ മതി. അതിനവരും കൂടി വിചാരിക്കണ്ടേ? ചിലപ്പോ ഇതായിരിക്കും നിന്റെ വഴി. മോൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരു ജീവിതമായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. സിനിമ ആയതുകൊണ്ട് മാത്രാ എനിക്കിത്തിരി പേടി. ഗായത്രി ധൈര്യമായിട്ട് പൊക്കോ. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. അവക്ക് ഒരു കുറവും വരില്ല. പിന്നെ ഞങ്ങൾക്കൊരു ഗമിയല്ലേ കൂടെ താമസിക്കുന്നത് ഒരു സിനിമാ നടിയാണെന്ന് പറയാൻ. എന്നാലും എനിക്ക് മനസ്സിലാകാത്തത് ചേച്ചീനെ അവർ എങ്ങനെ നായികയാക്കി എടുത്തു. അച്ചു, നീ എന്റെ വാങ്ങുവേ. അതൊന്നും കുഴപ്പമില്ല ചേച്ചി. ഞാൻ എവിടെ പോയാലും ഇതുപോലെ ഒരെണ്ണം എപ്പോഴും എന്റെ പിന്നാലെ ഉണ്ടാവും. ഹലോ. ആ, ടിക്കറ്റ് കിട്ടിയോ? ഓക്കെ. എത്ര മണിക്കാ? ആ, ഓക്കെ ഓക്കെ. ചേട്ടനാ വിളിച്ചത്. 5:30 ട്രിവാൻഡ്രം മെയിലിന് ടിക്കറ്റ് ശരിയായിട്ടുണ്ട്. നമുക്കിറങ്ങാം. ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. മോളെ, നീ ഇത് വെച്ചോ. വേണ്ട ടീച്ചറെ, ഇപ്പൊ തന്നെ ടീച്ചർ കൊറേ ബുദ്ധിമുട്ടി. നീ ഇത് വെക്ക്. പലതരം ആൾക്കാരാ ഇവിടെ. പിന്നെ സിനിമാക്കാരെ പറ്റി മോശം അഭിപ്രായം. നിന്നെ നീ തന്നെ സൂക്ഷിക്കണം. ടീച്ചർ പറയുന്നതൊക്കെ മോൾക്ക് മനസ്സിലായോ? വാ. വിനുവേട്ടാ, വിനുവേട്ടാ, എനിക്ക് വിനുവേട്ടനും വിനുവേട്ടനും ഞാനും മാത്രം മതി. എല്ലാം ഞാൻ ഉപേക്ഷിക്കും. നമുക്ക് ഈ നശിച്ച നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാം. വിനുവേട്ടാ, എന്നെ എപ്പോഴും കളിയാക്കാറല്ലേ? ചേച്ചി ഒരു ഓട്ടോഗ്രാഫ് തരോ? പിന്നെ കിട്ടിയില്ലെങ്കിലോ? ഓട്ടോഗ്രാഫ് ഇവനെ ആയിരിക്കും ആദ്യം കിട്ടുന്നത്. എന്റെ ആദ്യത്തെ ഓട്ടോഗ്രാഫ് നിനക്കിരിക്കട്ടെ. താങ്ക്സ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യ്, ഞാൻ വരാം. ചേച്ചി ഒപ്പിടാനൊക്കെ പഠിച്ചു. ടീച്ചറെ, എനിക്ക് സന്തോഷായി മോളെ. നിന്റെ സങ്കടങ്ങളൊക്കെ ഇതോടെ തീരുമല്ലോ. ടീച്ചർ എന്റെ കൂടെ ചെന്നൈക്ക് വാ, നമുക്ക് ക്ലാസ് ഒക്കെ അവിടെ തുടങ്ങാം. അല്ല, നീ അവിടെ സ്ഥിരാക്കാൻ തീരുമാനിച്ചോ? ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. മോളെ നമുക്ക് അവിടെ സ്കൂളിലും ചേർക്കാം. വരട്ടെ, നമുക്ക് ആലോചിക്കാം. കൊറേ സിനിമയൊക്കെ ചെയ്ത് കൈനിറയെ കാശൊക്കെ കിട്ടി നമുക്കവിടെ സുഖമായിട്ട് ജീവിച്ചൂടെ? നീ വല്ലാണ്ട് മാറി. ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയി. ടീച്ചർ കുറ്റം പറയല്ല മോളെ. പക്ഷേ നമ്മൾ നമ്മളായിട്ട് ജീവിച്ചാ പോരെ. പണവും പ്രശസ്തിയും ഒക്കെ വരും. നമ്മൾ അതിന്റെ പുറകെ പോണ്ട. നീ നല്ല കുട്ടിയാ. എന്നാലും നമ്മൾ സൂക്ഷിച്ചും കണ്ടും ജീവിച്ച
പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ലല്ലോ. ആരുമില്ല ഇവിടെ. എന്തു വേണം? അച്ഛൻ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാ. കുറച്ചു കാലം കൂടെ കള്ളുമോന്നുള്ള കാശിതിലുണ്ട്. ഒന്ന് നിന്നേ. എന്റെ അമ്മയൊരു പാവമായിരുന്നു, അതുപോലല്ല ഞാൻ. ഇപ്പൊ ഈ കാശ് തന്നതേ നിങ്ങൾ കുടിച്ചിട്ടെങ്കിലും ഒന്ന് ചത്ത കാണാൻ വേണ്ടിയാ. സാവിത്രി, ടീച്ചർക്ക് അറിയില്ല, ഓരോ പ്രാവശ്യം ഓരോ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് എന്റെ അമ്മയുടെ മരണം ഇയാൾ ആഘോഷിക്കുമായിരുന്നു. ഗോപി വെക്കൂ. என்னாச்சுடா? நான் வீட்டில் இருக்கும்போது இந்த மாதிரி மேட்டர் எல்லாம் ஃபோன் பண்ணி பேசக்கூடாதுன்னு உங்கள்கிட்ட எவ்வளோ வாட்டி சொல்லியிருக்கு? சார் நான் காலையில் வரும்போது அந்த பொண்ணு இங்கே இருக்கு. அப்புறமா சார் சார் இங்கே வந்து ஒரே கலாட்டா, அப்படியே கூப்பிட்டு உள்ளே உட்கார வச்சுட்டேன். வணக்கம் சார். வணக்கம். மணி, நீ போய் டீ வாங்கிட்டு வா. சரி சார். சார் இது என் பொண்ணு சிவானி. சினிமால நடிக்கணும்னு ஒரே ஆசை சார். செகண்ட் ஹீரோயின் ரோல்ஸ் எல்லாம் நிறைய வருது, ஆனா பாப்பா ஹீரோயின் ரோல்ல மட்டும்தான் நடிப்பேன்னு ஒரே பிடிவாதம். இந்தாங்க சார் போட்டோஸ், பின்னாடி நம்பரும் இருக்கு. அம்மா, நான் இன்னைக்கு கொஞ்சம் பிஸி. நம்பர் இருக்கு இல்லையா, நான் அப்புறமா கால் பண்றேன். சார் நீங்க கொஞ்சம் மனசு வச்சா ஒரு நல்ல படத்துல ஹீரோயினா இன்ட்ரோடியூஸ் பண்ணி வைக்கலாம்ல சார். சரி சரி, நான் பாத்துக்கிறேன். சார் பொண்ணு வந்து டான்ஸ் எல்லாம் கத்துக்கிறா சார். பரதநாட்டியம், குச்சிப்புடி, ஃபோக்கு, இப்போ சினிமாட்டிக் டான்ஸ் கூட கத்துக்கிட்டு முடிச்சிருக்கா சார். சர்டிபிகேட் கூட இருக்கு, காமிக்கிட்ட சார். எவ்வளவு வாட்டி சொல்லியாச்சு, தமிழ் தானே பேசுறேன். நான் இன்னைக்கு கொஞ்சம் பிஸி, தயவு செஞ்சு போய்கிட்டு அப்புறமா வாங்க. சரி வா. ஆமா, பெரிய சினிமாக்காரன், மூஞ்சிய பாரு. നജീബ് எப்படி இருக்கு? നിങ്ങൾ എല്ലാരും കൂടി എന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയത്. நஜீப், உங்களோட மனக்கஷ்டம் எனக்கு புரியுது. விடுங்க, எனக்கு உங்களோட கொஞ்சம் பேசணும். வாங்க வா நஜீப், உங்ககிட்ட கொஞ்சம் பேசணும். நான் என்ன சொல்றேன்னா, നിക്കൊന്നും കേക്കണ്ട. நான் சொல்றது கொஞ்சம் கேளு நஜீப். സാവിത്രി, അത് വന്ന് ഈ ചെറ്റത്തരത്തിന് കൂട്ടുന്നതിന് തനിക്കെന്ത് കിട്ടി? സിനിമ മോഹിച്ചു വന്നതല്ല ഞാൻ, ഗതികേട് കൊണ്ടുവന്ന് പെട്ടുപോയതാ. ഇതും കൂടെ കഴിഞ്ഞപ്പോ പിന്നെ മരണം മാത്രമായിരുന്നു എന്റെ മുന്നിൽ. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ആരെയെങ്കിലും നേരിട്ടൊന്ന് കാണണമെന്ന് തോന്നി. ഞാനൊരു പെണ്ണാണെന്നുള്ള ഔദാര്യമെങ്കിലും നിങ്ങൾക്ക് എനിക്ക് തന്നോടായിരുന്നു. சாவித்ரி ப்ளீஸ், நான் சொல்றது கொஞ்சம் பொறுமையா கேளுமா. இப்படி எல்லாம் நடந்துரும்னு நான் நினைச்சு கூட பார்க்கவே இல்லை. என்ன பொறுத்த வரைக்கும் நான் வெறும் ப்ரொடக்ஷன் வேலை பார்க்கறவன் தான். வேணும்னு எனக்கு உங்களை அது இதுன்னு சொல்லி அனுப்பலாம், ஆனா இந்த நிலைமை என்னன்னு எனக்கு நல்லாவே தெரியும். പക്ഷെ എന്റെ അവസ്ഥയെ കുറിച്ച് താൻ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? கொஞ்சம் பேச விடு. சார் டீ. உங்க பிரச்சனை எவ்வளவு பெருசுன்னு எனக்கு புரியுது, ஆனா நீங்க மட்டும் இல்ல, எவ்வளவு பேர் நடிக்கணும், சூப்பர் ஸ்டார் ஆனும் நினைச்சு எத்தனை பேர் இந்த கோடம்பாக்கம், வடபழனி, அங்க இங்கன்னு டேரோ போட்டு அலைஞ்சிட்டு இருக்கு. 100 பேர், 100,000 பேர். ஆனா அதுல இருந்து 1-2 பேர் மட்டும்தான் ஏறி போனவங்க. நஜீப், இதா ஐயா சினிமா. வெளியில இருந்து பார்த்தா சினிமா ரொம்ப கலர்ஃபுல்லா இருக்கும், ஆனா இங்க வந்தவங்களுக்கு மட்டும்தான் தெரியும் அந்த கலர் என்னன்னு. அது தெரிஞ்சவன் தானா.
என்ன மாதிரி நிறைய பேர் இருக்காங்க. நடிகன் ஆகணுங்கிற ஆசையிலே நானும் முதல்ல இங்க வந்தேன். நான் மட்டும் இல்ல, நீங்க சினிமாவில பாக்குற மெஸ், ஜூனியர் ஆர்டிஸ்ட், அதை இதுன்னு வேலை பாக்குற எல்லாரும் அப்படித்தான். முடிஞ்சா நடிகர் ஆகணும், இல்லைன்னா பெரிய டைரக்டர் ஆகணும். ஆனா எல்லாராலும் அப்படி சாதிக்க முடியாது. இருந்தாலும் அவங்க யாரும் திரும்பி போகாம இங்கே ஏதாவது சின்ன சின்ன வேலை பார்த்து இங்கே இருந்துட்டு இருக்காங்க. അതാണ് സിനിമയുടെ ഒരു മാജിക്. അറിയേണ്ടത് ആ ഒരു സിനിമയെ കുറിച്ച് മാത്രം. ചെയ്യാത്ത കാര്യങ്ങളാണ് ഞാൻ ആ സിനിമയിൽ കണ്ടത്. അതിനുള്ള മറുപടി ഇപ്പൊ പറഞ്ഞാ മതി. അന്നയ്ക്ക് പടത്തോടെ പ്രിവ്യൂ നടന്നതാണ്. இந்த படத்துக்கெல்லாம் திയേറ്ററിലെ ഒരു പൈസ കൂടെ കളക്ഷൻ വരാത്താ. സാറേ, എങ്ങനെയെങ്കിലും ഇതൊന്ന് എടുത്ത് സഹായിക്കണം. എൻ്റെ ആദ്യത്തെ പടം കഴിഞ്ഞ് മുഴുക്കടത്തില്ല. ഇതൊന്നും ഇറക്കാനായിട്ട് വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ഇതെടുത്താ നാനും മുഴുക്കടത്തിലാവും. ഒരു നിമിഷം വാങ്ങ. എന്താ വാ. இந்த படத்துல ஒரே ஒரு பிளஸ் அந்த பொண்ணு தான். செம்ம காட்டையாவா ஒண்ணு செய்யலாம். படத்துல பிட்டு போடலாம். புரியலையா? யோ, சினிமாவில் உங்களோட ஜாஸ்தி எக்ஸ்பீரியன்ஸ் எனக்கு இருக்கு. இங்க சென்டிமெண்ட்ஸ் எல்லாம் ஸ்கிரீன்ல மட்டும்தான். நான் என்ன சொல்றேன்னா, படத்துல அங்க இங்க நல்ல ஜம்பா பிட்டு போட்டு அதுல உங்க பேர்லாம் மாத்தி ஃப்ரெஷ்ஷா ஒரு ஏ சர்டிபிகேட் படமா ரிலீஸ் பண்ணலாம். உங்களுக்கு வந்து டபுள் ப்ராஃபிட் கிடைக்கும். അയ്യോ, അപ്പൊ അതിൽ അഭിനയിച്ച പിള്ളേരോ? யோ போயா, புது பசங்க தானே. காசெல்லாம் செட்டில் பண்ணி எக்ரிமெண்ட் வச்சிருக்கல, அதுக்கப்புறம் என்ன? தம்பி, உங்களுக்கு உன்னோட பைசா திருப்பி கிடக்கணும்னா நான் சொன்ன மாதிரி செய், இல்ல நான் விட்டுடு. தம்பி, நான் முதல்ல சொல்லலையா, சினிமாவில் சென்டிமெண்ட்ஸ் எல்லாம் ஸ்கிரீன்ல மட்டும்தான். அதுக்கப்புறம் கொஞ்சம் பிட் ஷூட் பண்ணி இன்பிட்வீன் அங்கே எங்கே போட்டாங்க. ரிலீஸுக்கு அப்புறம் தான் டைரக்டர் இந்த விஷயம் எங்கிட்டையும் சொன்னது. சினிமாவில் வந்து இது ஒரு புது விஷயம் கிடையாது. இங்கே இங்கே நல்லவங்களும் இருக்காங்க, கெட்டவங்களும் இருக்காங்க. முடிஞ்சது முடிஞ்சு போச்சு. புது வசந்தம் வந்து ஹிட்டு. இனிமே உங்களுக்கு இந்த மாதிரி படம் தான் கிடைக்கும். என்ன வேணும்னு கொஞ்சம் யோசிச்சு பாருங்க. இந்த கலர்ல நிக்கணுமா இல்ல திரும்பி போகணுமா? എന്തായി പറഞ്ഞു പറഞ്ഞത്? இல்லை, ஒரு ஒரு படம் வந்திருக்கு. விட்டு படம் தான், ஆனா கேட்குற காசு கிடைக்கும். തോന്നിയാസം പറയരുത്. ഇങ്ങനത്തെ സിനിമയിൽ അഭിനയിക്കാനല്ല ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറിയത്. ഈ ഇങ്ങനെ ഒരു 100 കൂട്ടുന്നുണ്ടാവും, പക്ഷെ എന്നെ അതിന് കിട്ടൂല. എന്ത് കിട്ടും? കാശ് എത്ര കിട്ടും? Don't stop grooving, grooving, don't stop grooving.
சாவித்ரி, ஒரு சின்ன விஷயம். உங்க படம் வந்து இங்கேயும் சூப்பர் ஹிட் ஆனதுனால ஒரு சின்ன ப்ராப்ளம். உங்களை மாதிரி ஒரு ஆர்டிஸ்டுக்கு வீடு கிடைக்கிறது கொஞ்சம் கஷ்டம். ஆம்பளை இருந்தால் பிரச்சனை இல்லை, ஆனால் ஒரு தனி பொம்பளை வந்து, அதனால நான் ஒரு சின்ன பொய் சொல்லி நம்ம விருகம்பாக்கத்தில் ஒரு ஃப்ளாட் ரெடி பண்ணியிருக்கு. ஆனால் நீ அங்கே நிஷாவல்ல, ரஹானா பீகம். அங்கே பரதை போட்டு தான் போனோம். നിങ്ങൾ മലയാളി ഫാമിലി ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചത്. കഴിഞ്ഞ തവണ കുറച്ച് ബാച്ചിലർ പാർട്ടിക്ക് വീട് കൊടുത്തു. ആ ലംബോദരന്മാർ 2 മാസത്തെ വാടക തന്നില്ലെന്ന് മാത്രമല്ല, ഫാനും ബൾബും ക്ലോസറ്റും ഒക്കെ അടിച്ചോണ്ട് പോയി. നിങ്ങൾ കേരളത്തിൽ എവിടെയാണെന്ന് പറഞ്ഞത്? അത് വന്ന് പാലക്കാട്. വരൂ, വന്നോളൂ വന്നോളൂ. ഞാനൊരു ചങ്ങനാശ്ശേരിക്കാരനാ, പിന്നെ കെട്ടിയതൊരു തമിഴത്തി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒത്ത് കിട്ടി. പക്ഷെ ശ്രീധനൊന്നും അല്ല കേട്ടോ, അമ്മായി പിന്നെ ഒരു കൊച്ചു സന്തോഷം. ഏത്? നോക്കൂ, ഇത്ര വിശാലമായ ഇടം. അല്ല, ഇവരുടെ ഹസ്ബൻഡ് എവിടെയാന്നാ പറഞ്ഞ? ഷാർജാവിലെ ഒരു പെരിയ കമ്പനിയിൽ വേല പാക്കറാറ്. ഓഹോ, ഷാർജയിലാന്നോ? ആമാ. വന്നോളൂ. அந்த சைடுல பால்கனி இருக்குமா? പിന്നെ 2 സൈഡ്സ് ബാൽക്കണി ഉണ്ട്. നോക്കിക്കോളൂ, എല്ലാം നല്ല വിശാലമായ മുറികളാണ്. കിച്ചനുണ്ട്, ഹാളുണ്ട്, ബെഡ്റൂമുണ്ട്, അറ്റാച്ച്ഡാ. പക്ഷേ 1-ാം തീയതി കൃത്യമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ വാടക വന്നിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ തെറ്റും. അതൊന്നും പ്രശ്നമില്ല സാർ, രണ്ടെല്ലാം உங்களுக்கு കറക്റ്റാ കിടക്കും. അത് മതി, വന്നോളൂ. പിന്നെ വേറെ ചുറ്റിക്കളിയൊന്നുമില്ലല്ലോ? என்ன சார் நீங்க கரெக்டா இருக்குன்னு பாருங்க. അല്ല, ചുറ്റിക്കളി വല്ലതും ഉണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഞാൻ പിടിച്ചേനെ. അവിടെ കണ്ണു കണ്ടാ അറിയാം അയ്യോ പാവന്ന്. சார் நீங்க எங்க தங்கி இருக்கு? വത്സരവാക്കം. ஓ, அங்கயா?
നിങ്ങൾ എനിക്കിട്ട പേര് നന്നായിട്ടുണ്ട്, റഹാന ബീഗം. ഇനി കുറച്ചു കാലം ഈ പുതിയ വേഷം. வேற வழி இல்லை சாவித்ரி. அந்த ஆளை பார்க்கலையா? நீங்க யாருன்னு தெரிஞ்சு போச்சா பிரச்சனை தான். அவங்க வந்து கப்பல்ல வேலை பார்த்துட்டு இருக்கு. அதனால 6 மாசம் முழுங்க கடல்ல தான் இருக்கும். இங்க வரவே வராது. அட்லீஸ்ட் அவ்வளோ நாள் உங்களுக்கு தொந்தரவு வராது. நஜீபோ பாவம் அந்த பையன் வந்து தினம் முழுசா டைரக்டர் ப்ரொடியூசர் ஆஃபீஸ்லேயும் வீட்லேயும் சான்ஸ் கேட்டு சுத்திட்டே இருக்கு. நைட்டு வந்து எங்க ஆஃபீஸில் தான் படிக்கிறது. அவனும் சின்னதா ஒரு வீடு பார்க்க சொல்லியிருக்கு. எவ்வளோ சின்னதானாலும் அட்வான்ஸ் பெருசு தானே. 3 நேரம் சாப்பிட்றதே அவனுக்கு கஷ்டம். அவன் எப்படி അഡ്വാൻസ് കൊടുപ്പേ? അയാൾക്ക് വിരോധമില്ലെങ്കിൽ എന്റെ ഫ്ലാറ്റിൽ വന്ന് താമസിച്ചോളാൻ പറ. ഓ, ഇനി അയാൾക്ക് നാണക്കേടായിരിക്കോ അവിടെ വന്ന് താമസിക്കാൻ? അതല്ല അല്ലേ, റഹാന ബീഗത്തിന്റെ ഷാജയിലുള്ള ഭർത്താവ് നാട്ടിലെത്തി എന്ന് പറഞ്ഞാ പോരെ? പിന്നെ പർദ്ദ ഒരെണ്ണോ അവനോടും കൂടെ തുന്നാൻ പറഞ്ഞു. കുറച്ചു ദിവസം കൂടെ പട്ടിണി കിടന്നാല് ഞാൻ പോകുന്ന വഴിയിൽ അവനും വന്നോളൂ. വാ. അടുത്തതായി അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ എന്താണ് പറയാനുള്ളത്? ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് ആണിനെയോ പെണ്ണിനെയോ അല്ല, ഇത്തരം ചിത്രങ്ങൾ എടുക്കുന്നവരെയും അതിന് യാതൊരു റെഗുലേഷൻസും വെക്കാതെ റിലീസിങ്ങിന് അനുവദിക്കുന്ന സർക്കാരിനെയുമാണ്. സ്കൂളുകളുടെയും ദേവാലയങ്ങളുടെയും മതിലുകൾ വരെ ഇത്തരം ചിത്രങ്ങളുടെ പോസ്റ്റ് ഒട്ടിച്ച് നിറച്ചിരിക്കുന്നു. പണത്തിന് വേണ്ടി എത്ര തരം താഴാൻ ഇവർക്ക് യാതൊരു മടിയില്ല. മിസ്റ്റർ കണ്ണൻ, നിങ്ങൾ മലയാളത്തിലെ ഒരു സൂപ്പർ സംവിധായകനാണല്ലോ. ഈ ചിത്രങ്ങൾ മലയാള സിനിമയെ എങ്ങനെ ബാധിക്കുന്നു? മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ശാപമാണ് നിഷ. അവർ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ യുവാക്കൾക്കിടയിൽ. ഈ പെണ്ണൊരുമ്പിട്ടാലെന്ന് നമ്മുടെ പഴമക്കാർ പറയും. ഇവിടെ നിഷയും അവളെ പോലുള്ളവരും ഒരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് മലയാള സിനിമയെ നശിപ്പിക്കാൻ. ഇത് അനുവദിക്കരുത്. ഈ 100 മെസ്സേജ് എന്റെ ഫോണിലുണ്ട്. വേർത്തന്നാണ്ടില്ലേ അവന്റെ അമ്മയുടെ ഒരു സാരി. ഈ സാരി കൊടുത്ത് ഞാൻ വേലക്കാരിയായിട്ട് അഭിനയിക്കണം. ഇത് മുട്ടുവരെ പൊക്കി കുത്തി കുനിഞ്ഞിരുന്ന നിലം തുടയ്ക്കണം. കുനിഞ്ഞു അങ്ങോട്ട് കുനിയാൻ പറയുന്നത് എന്തിനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കണ്ട് വെള്ളം ഇറക്കാൻ കുറെ അവന്മാർക്ക് അത്ര കളഞ്ഞാ പോരെ. അഴുത പോലെ കുറയണം മറന്നോളും സാധാരണ മൂർത്തികൾ. ഓ, ഇവരെ കൊണ്ടാണല്ലോ ഞാനിപ്പോ ജീവിക്കണേ. അത് ഞാനങ്ങ് മറന്നു. ഇത് തീർന്നോ? ഈ കുന്തം തീർന്നോന്ന്? വീടും ആരാധകർ ആരും വരുന്നതിന്റെ അഭിനയം കാണാനൊന്നും അല്ല, മൂടും കാണാൻ വേണ്ടി തന്നെയാണ്. മടുത്തടോ, ശരിക്കും മടുത്തു. എന്റെ പേര് പോലും ഞാൻ മറന്നുപോയി. ഇപ്പൊ വേറെ ശവം.
ഇത്തിരി മാംസം മാത്രം ബാക്കിയുള്ള ശവം. ഇത് കൊത്തി തിന്നാനും കഴിവന്മാർ കാത്തു നിൽപ്പുണ്ട്. ഞാനൊരു പെണ്ണല്ലേടോ, ആരോടൊക്കെ വാശി തീർക്കാൻ വേണ്ടി തുടങ്ങിയതാ. അതെങ്ങനെയായി? ഒന്നും വേണ്ടായിരുന്നു. ഇനിയിപ്പോ പരാതി പറഞ്ഞിട്ടെന്തിനാ? നീ ഭക്ഷണം കഴിച്ചോ? രാത്രി പോയി കിടന്നു.
അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം. എനിക്ക് വയറ്റിലുണ്ടോന്നൊരു സംശയം. നമുക്കിത് വേണ്ട. നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇത് കളയണം. നീ എന്താ പറഞ്ഞേ? അതങ്ങനെ നീ മാത്രം തീരുമാനിക്കണ്ട സാവിത്രി, പ്ലീസ്. പടച്ചോൻ പൊറുക്കാത്ത കാര്യ നീ പറയണേ. നമ്മുടെ ജീവിതം ഇങ്ങനെയായി. നമുക്ക് ആ കുട്ടീനെങ്കിലും മര്യാദയ്ക്ക് വളർത്തണം. എങ്ങനെ വളർത്തുന്നാ പറഞ്ഞു വരുന്നത്? തെണ്ടുവോ? പിന്നെ പടച്ചോൻ കാണിച്ച വഴിയിലൂടാണല്ലോ നമ്മളിപ്പോ ജീവിക്കുന്നേ. നീ പറഞ്ഞില്ലേ നമ്മുടെ ജീവിതം ഇങ്ങനെ ആയി പോയെന്ന്. ഇതിലേക്ക് ആ കുട്ടിയെ കൂടെ കൊണ്ടുവരുന്നതായിരിക്കും അതിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപം. സാവിത്രി, 10 ആളുടെ മുന്നിൽ തല കുനിക്കാതെ നടക്കാൻ പറ്റുമോ കുട്ടിക്ക്? അച്ഛനും അമ്മയും വലിയ പേരാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. നീ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ആ കുഞ്ഞിനെ കൊന്നുള്ള പാപം കൂടി തലേക്കേറ്റി വെക്കരുത്. പിന്നൊരു പ്രസവം കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും അഭിനയിക്കാൻ വിളിക്കൂ? വളർത്തും പോലും. എനിക്കൊന്നും കേൾക്കണ്ട. നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഇത് കളയണം. എനിക്കിതിനെ വേണ്ട. ഒരു തള്ളയാവുള്ള യോഗമൊന്നും നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടില്ല. എന്നമ്മാ? അണ്ണാ നജീബ് വന്നിരുന്നു അവിടെ? ഇല്ലമ്മാ, എന്നാச்சு? നജീബിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. நீங்க டென்ஷன் ஆகாதம்மா. நான் ட்ரை பண்ணி திரும்பி கூப்பிடுறேன். கண்டிப்பா. സർ, എത്ര പേരുണ്ട്? 5 കിട്ടി സാർ. ഒരാൾ ഓടിക്കളഞ്ഞു. കം. താമ്പോയ ഫയൽ എടുത്തുണ്ടോ? ശരി സാർ. കേറി വാ. നിന്റെ പേരെന്താ? സാർ, ഞാൻ ജോർജ് വർഗീസ്. ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ സർജനാ. നിന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ബാബു സാറേ, മലപ്പുറം പീഡന കേസിലെ 7ാം പ്രതിയായിരുന്നു. ഓ, അപ്പൊ നിനക്ക് ഇത് തന്നെയാണ് പരിപാടി. ആ ഫയലും കൊണ്ടുവാ. എന്താ പേര്? ശാന്ത. മഞ്ജു, 32 വയസ്സ്. നിന്റെ വീട് എവിടെയാ? അടിമാലിയാ സാറേ. എന്തുവാടോ എഴുതി വെച്ചിരിക്കുന്നത്? വെടിമാലിന്നൊക്കെ. ആഹാ, നീ ഉണ്ടോ? ഇതുവരെ നിർത്താറായില്ലേടി ഏർപ്പാട്? ജീവിക്കണ്ടേ സാറേ? തന്നെ ജീവിക്കണല്ലേടി നിനക്ക്? എന്നാ സാർ എനിക്ക് ചെലവിനതാ. ഞാനിവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തുടങ്ങടി നിനക്കൊക്കെ ജോലി തരാൻ. ഓക്കേ, ബ്രേക്ക്. ആ, ബ്രേക്ക് പറഞ്ഞു. വേമ്പാടി വേശന്നിട്ട് പാടില്ല. നന്നായിരുന്നു ജി. താങ്ക് യു. ആ, പിന്നെ ഫൈറ്റ് ലഞ്ചിന് ശേഷം ഔട്ട്ഡോർ പ്ലാൻ ചെയ്യും. ഓക്കെ ഓക്കെ. അവള് ബുദ്ധിമുട്ടിച്ചോ ഉണ്ണിയേട്ടാ? ഏയ്, അവള് മെഡിക്കല്ലേ. കഴിക്കുമോളെ? കുറച്ചുകൂടെ കഴി. മതി മതി മതി. എന്താ ഇവളെ അഭിനയിപ്പിക്കുന്നോ? ഇല്ലേട്ടാ. അതെന്താടി, നല്ല കാശ് വാങ്ങിച്ചേരാം. വേണ്ടേട്ടാ, ഇവളുടെ അച്ഛന് തീരെ ഇഷ്ടാവില്ല.
ബാ. ആ പാവ അത് വേണം. ആ റെഡ് പാവ. ആ റെഡ് പാവ എത്രയാ? 80 റുപ്യ. വാ മോളെ. ഞാൻ വൈകിയില്ലേ? ആ ഡയറക്ടർക്ക് എത്ര എടുത്താലും മതിയാവില്ല. റീടേക്ക് തന്നെ റീടേക്ക്. ഇരിക്കും. ബ്രേക്ക് പറഞ്ഞപ്പോ മണി 3 ആ പ്രൊഡക്ഷൻ മാനേജർ ദിനേശ് ചോദിക്കുക ഇവളെ അഭിനയിപ്പിക്കുമെന്ന്. ഞാൻ പറഞ്ഞു നജീബിന് അതൊന്നും ഇഷ്ടാവില്ല എന്ന്. കുടിക്ക. ആ ഇന്ന് എന്നെ കൊണ്ടൊരു പാവയൊക്കെ വാങ്ങിപ്പിച്ചു. കാണിക്ക്.